കമന്റ് ഇട്ടാലും നിങ്ങൾ എന്നെ എന്ത് മോശം വിചാരിച്ചാൽ ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ചു തരാന്ന് പറഞ്ഞാൽ ഏത് പെണ്ണും കൈ നീട്ടി വാങ്ങി. ഇപ്പൊ ജസ്റ്റ് 3 ലക്ഷം രൂപ അയാളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാലേ അവളൊരു യൂട്യൂബറാണ്. അപ്പൊ അവൾക്കും ആലോചിച്ചൂടെ ഇങ്ങനത്തെ ഉള്ള ആൾക്ക് വ്യക്തികളുടെ അടുത്തൊക്കെ പൈസ മേടിച്ചു പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ ഷെഹനാഷാദി കണ്ടന്റ് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുക. പിന്നെ കണ്ടന്റ് തരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് പ്രതികരിക്കണ്ടേ? എല്ലാ സ്ത്രീകളും പൈസ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലും വാങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ സ്ത്രീകളും അങ്ങനെ പണം കാണും, പണം അക്കൗണ്ടിൽ കിട്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന സ്ത്രീകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും അങ്ങനെയല്ല. പക്ഷെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു പൊതുവെ എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് ശരിയല്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു കേരളത്തിലെ പുരുഷന്മാരൊക്കെ ആൻറ്റിമാരെ കൂടെയാണ് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ ചെയ്യണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ എന്നുള്ളൊരു നിങ്ങൾക്ക് മൊത്തത്തിലൊരു ധാരണ ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന മാറ്റണം എല്ലാവരും. നിങ്ങളെ കസിൻസൊക്കെ ആൻറ്റിമാരെ കൂടെയാണ് പറഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിലെ മൊത്തം കസിൻസും ആൻറ്റിമാരുടെ അല്ല കേരളത്തിലെ മൊത്തം പയ്യന്മാരും ആൻറ്റിമാരുടെ കൂടെയാണെന്ന് പറഞ്ഞു. അതേമാതിരി ഇന്നലെ നിൽക്കാൻ എന്താ ഷറഫല്ലയോ ആരോ ക്യാഷ് ഇട്ടുന്നപ്പോൾ പറഞ്ഞു കേരള സ്ത്രീകളെല്ലാവരും പൈസ തന്നാ വാങ്ങും പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ സ്ത്രീകളെല്ലാവരും പൈസ തന്നാ വാങ്ങും. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ എല്ലാവരും പൈസ തന്നാൽ പൈസക്ക് ആവശ്യം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഒരു പരിചയമില്ലാത്തൊരു അന്യപുരുഷൻ പൈസ തരുമ്പോൾ വാങ്ങുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അവനെ പറയാൻ യോഗ്യത ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ആ പൈസയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അവനെ കുറ്റം പറയാം. അല്ലാതെ അവൻ്റെ 50,000 റുപ്യ നിങ്ങളെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾക്ക് കുറ്റം പറയാൻ ഒരു യോഗ്യതയില്ല. നിങ്ങളെ മൂത്തമ്മാൻ്റെ മോനോ കുഞ്ഞമ്മാൻ്റെ മോനോ ഗൾഫിക്ക് പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ 50,000 റുപ്യ വാങ്ങി. നിങ്ങൾ ചെയ്ത് തന്നെ തെറ്റാണ്. അപ്പം നിങ്ങൾ ഒരു പരിചയമില്ലാത്ത അയാളോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത്, എന്ത് അധികാരമുള്ളത്? നിങ്ങളെ കുഞ്ഞമ്മാൻ്റെ മോൻ ഗൾഫിക്ക് പോകാനുള്ള പൈസ ഉണ്ടാക്കലല്ല അയാൾക്കുള്ള ജോലി. മനസ്സിലായില്ലേ? അയാൾക്ക് നിങ്ങളെ കുഞ്ഞമ്മാൻ്റെ മോനെ ഗൾഫ് പറഞ്ഞയക്കലല്ല അയാളെ ജോലി. അയാൾക്ക് ജോലി വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുഞ്ഞാമാൻ്റെ മോന് ഗൾഫ് പോകണം പറഞ്ഞിട്ട് അയാളിൽ ഈ പൈസ വാങ്ങിയാൽ തെറ്റല്ലേ? നിങ്ങളെ കുഞ്ഞാമാൻ്റെ മോന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുഞ്ഞാമ്മയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങളെ ഗോൾഡോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പേരൻ്റെ സ്ഥലമൊക്കെ പണയം വെച്ചിട്ട് നിങ്ങൾ പൈസ കൊടുക്കണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കൊരു അന്തസ്സുണ്ട്. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ 50,000 റുപ്യ വാങ്ങുകയും ചെയ്ത് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് അയാളെ കുറ്റം പറയാം. എന്ത് അധികാരം നിങ്ങൾക്ക്? എന്ത് ഉളിപ്പാ നിൽക്കുന്നത്? ആദ്യം നിങ്ങൾ അയാളെ പൈസ കൊടുക്കുമ്പോൾ എന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് വളമ്പി. അല്ലാതെ അന്യപുരുഷൻ്റെ പൈസ എടുത്തിട്ട് പിന്നെ നിങ്ങൾ എത്രയോ കാലം ഡേറ്റ് പറഞ്ഞ് അന്ന് കൊടുക്കുക അത്ര കൊടുക്കുക അതൊന്നല്ല. പൈസ കൊടുക്കുക, സ്പോട്ട് കൊടുക്കുക, കുറ്റം പറയാം. അതിന് നിങ്ങളെ കൊണ്ട് കഴിയുമോ? അല്ലാതെ അയാളെ പൈസ 50,000 നിങ്ങളെ കുഞ്ഞമ്മാൻ്റെ മോന് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് 50,000 റുപ്യ വാങ്ങിയിട്ട് പിന്നെ അയാളെ കുറ്റം പറഞ്ഞ് എന്ത് യോഗ്യതയില്ല? നിങ്ങൾക്ക് പറയാനുള്ള ഒരു യോഗ്യതയില്ല. പിന്നെ മൊത്തം സ്ത്രീകൾ മൊത്തം അടിച്ചാക്ഷേപിച്ച് കാണുമ്പോൾ ഏത് സ്ത്രീയാണ് പൈസ തന്നാൽ ഇത് വാങ്ങത്തത്? എനിക്കറിയില്ല. എനിക്ക് പല സ്ത്രീകളെ അറിയാം. പല സ്ത്രീകളെ പറഞ്ഞാൽ അങ്ങനത്തെ അല്ല, നമ്മൾ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യണം. നമ്മൾ അങ്ങനെ പരിചയമുള്ളവർക്ക് ഒരു പരിചയമില്ലാത്ത നിങ്ങൾ പൈസ വാങ്ങുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരുതരം ചണ്ടിത്തരാണ്. അപ്പം ഇങ്ങോട്ട് അയാളെ കുറ്റം പറയാം. നിങ്ങളെ കുഞ്ഞാമാൻ്റെ മോന് ഇത്ര ദിവസം അയാളെ ക്യാഷ് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങൾ കടബാധ്യസ്ഥരാണ്. അപ്പം അത്രയും നിങ്ങൾ പൈസ ചോദിച്ചു വാങ്ങിയിട്ട് നിങ്ങൾ അയാളെ കടബാധ്യസ്ഥരാണ്. ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ വന്നിട്ട് അയാൾ കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് യോഗ്യതയില്ലേ? ആദ്യം നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കും, എന്നിട്ട് വന്ന് വർത്താനം പറയും. അപ്പം നമ്മൾ ഓക്കെ ശരി, നിങ്ങളടുത്ത് നല്ല നന്മണ്ട് പറയാം. അല്ലാതെ നിങ്ങൾ അയാളെ പൈസയും വാങ്ങിയിട്ട് ഇവിടെ വന്ന് സോഷ്യൽ മീഡിയ വന്നിട്ട് അയാളെ കുറ്റം പറയാം എന്ത് യോഗ്യതയുള്ളത്? പിന്നെ കേരളത്തിലല്ല, സ്ത്രീകളെല്ലാവരും അങ്ങനെ തന്നെ പൈസ എന്താ വാങ്ങും. എനിക്കറിയുന്ന സ്ത്രീകളൊന്നും അങ്ങനെ വാങ്ങാറില്ല. പുരുഷൻ്റെ നിങ്ങളെ പൈസ തരുമ്പത്തിന് വാങ്ങുക. പിന്നെ ഒരു പരിചയമില്ലാത്ത ആളിന് കുഞ്ഞാമാൻ്റെ മോനെ ഗൾഫിൽ പോകാണ്ട് ഒരു 50,000 റുപ്യ അയച്ചു തരുമോ? അതൊന്നും ശരിയല്ല. അപ്പം നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ഈ പൈസയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് വന്ന് പ്രതികരിക്കാം. അല്ലാതെ നിങ്ങൾ അയാളെ പൈസകൾ നിങ്ങളെ പോക്കറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ അയാളെ കുറ്റം പറഞ്ഞ് എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? ആദ്യം നിങ്ങൾ അത് ശരിയാക്കിയപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പൈസ കൊടുത്തിട്ട് നിങ്ങൾ എന്താ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു എൻ്റെ ഒരു പൈസ എനിക്ക് വേണ്ട, പിടിച്ചോ, ജാള് ശരിയല്ല അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പോട്ടെ. അപ്പം നമ്മൾ നിങ്ങളെ ന്യായീകരിക്കാം. എൻ്റെ ഒരു തേങ്ങ എനിക്ക് വേണ്ട, എൻ്റെ ഒരു പൈസ എനിക്ക് വേണ്ട, എൻ്റെ 50,000 റുപ്യ തേങ്ങ പോലെ 50,000 റുപ്യ എനിക്ക് വേണ്ട, അപ്പോൾ എനിക്ക് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ നമുക്ക് സമ്മതിക്കാം. അല്ലാതെ നിങ്ങൾ അയാളെ പൈസ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ അയാളെ കുറ്റം പറഞ്ഞത് എനിക്ക് ശരിയാണെന്ന് തോന്നിയില്ല. എന്താ താത്താ?
കണ്ടന്റ് നിങ്ങൾ തരുന്നത് താത്ത. ഓക്കെ.